8ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം വിവര വിശകലനം എന്തെളുപ്പം. ഇതും ശരിയായില്ല. വീടുകളിൽ പോയി വിവരശേഖരണം നടത്താൻ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ. ശരിയാ. 100 ചോദ്യാവലികളിലെ വിവരങ്ങൾ എങ്ങനെയാ ഒരു പട്ടികയിലാക്കി വിശകലനം ചെയ്യുക? അനുവും ആമിനെയും നേരിടുന്ന പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായോ? പഠന പ്രൊജക്ടിന്റെ ഭാഗമായി ശേഖരിച്ച ചോദ്യാവലികൾ ക്രോഡീകരിച്ച് അപഗ്രഥിക്കാനുള്ള ശ്രമത്തിലാണവർ. ഗൃഹസന്ദർശനം നടത്തി ശേഖരിച്ച വിപുലമായ ദത്തങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇനി ഏതൊക്കെ പ്രവർത്തനങ്ങളാകും അവർ ചെയ്യേണ്ടത്? നൽകിയ പ്രവർത്തനക്രമം ശ്രദ്ധിക്കൂ. ദത്തങ്ങളുടെ ക്രോഡീകരണം, അപഗ്രഥനം, നിഗമനങ്ങളിൽ എത്തിച്ചേരൽ. 100ഓളം ചോദ്യാവലികളിലായി ശേഖരിക്കുന്ന വിവരങ്ങൾ തരംതിരിച്ച് ഒരു പട്ടികയിൽ ക്രോഡീകരിക്കുകയും അവ അപഗ്രഥിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുക ശ്രമകരം തന്നെ. ഇത്തരം പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ജോലി ഭാരം കുറയുകയും എളുപ്പത്തിൽ അപഗ്രഥനം സാധ്യമാവുകയും ചെയ്യും. ഇതിന് അനുയോജ്യമായ രീതിയിൽ താഴെ തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയറാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ. അതിൽ ന്യൂമറിക്, കാലിഗ്ര ഷീറ്റ്സ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഓപ്പൺ ഓഫീസ് ഓർഗ് കാൽക്ക്, ലിബർ ഓഫീസ് കാൽക്ക് തുടങ്ങിയവ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. പ്രവർത്തനം 6.1 സെൽ അഡ്രസ് കണ്ടെത്താം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ലിബർ ഓഫീസ് കാൽക്ക് സോഫ്റ്റ്വെയർ തുറന്ന് ജാലകം നിരീക്ഷിക്കൂ. ആപ്ലിക്കേഷൻസ് മെനുവിൽ ഓഫീസ് മെനുവിൽ ലിബർ ഓഫീസ് കാൽക്ക് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസ് ജാലകം തുറന്നു വരുന്നു. ഇതിൽ സെൽ അഡ്രസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. A1. ഇവിടെ 1 2 3 4 5 6 7 8 9 തുടങ്ങിയ നമ്പറുകൾ, താഴേക്ക് വരികൾ, റോസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ABCDEFG എന്നിങ്ങനെ കോളങ്ങൾ, നിരയും നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ചതുരം, നിറയെ ചതുരങ്ങൾ നമുക്കിതിൽ കാണാം. ഈ ഓരോ ചതുരങ്ങളെയും നമുക്ക് സെൽ എന്ന് പറയാം. ഈ ഓരോ സെല്ലിനും ഓരോ അഡ്രസ് ഉണ്ട്. നോക്കൂ, ഈ സെല്ലിന്റെ അഡ്രസ് A1 എന്നാവുന്നു, ഈ സെല്ലിന്റെ അഡ്രസ് B1 എന്നാവുന്നു, ഈ സെല്ലിന്റെ അഡ്രസ് C1 എന്നാവുന്നു. അഥവാ ഓരോ നിരയുടെയും ഓരോ കോളത്തിന്റെയും ഹെഡിങ് ഇവിടെ ABCD എന്ന് നൽകിയിട്ടുണ്ട്. അതും പിന്നെ ഏത് വരിയാണ്, ഏത് റോയിലാണ് ഈ സെല്ലുള്ളത്, അതും കൂടി കൂട്ടിയാണ് നമ്മൾ സെൽ അഡ്രസ് നൽകുന്നത്. നമ്മൾ ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്താൽ സെൽ അഡ്രസ് എന്താണെന്ന് അറിയാൻ ഇവിടെ ഈ നെയിം ബോക്സിൽ പോയാൽ നമുക്കിവിടെ കാണാം L16. നോക്കൂ, L എന്ന കോളത്തിൽ 16ാമത്തെ വരിയിലുള്ള ഒരു സെല്ലാണിത്. അതിനെ നമ്മൾ L16 എന്ന സെൽ അഡ്രസ് അല്ലെങ്കിൽ ആ ബോക്സിന്റെ നെയിം എന്ന് നമുക്ക് പിന്നെ പറയാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സെല്ല് പ്രത്യേകമായി തെളിഞ്ഞു കാണുന്നത് കാണാം. ഇതിനാണ് നമ്മൾ സെൽ പോയിന്റർ എന്ന് പറയുന്നത്. ഈ സെൽ പോയിന്റർ നമുക്ക് മാറ്റുന്നതിന് വേണ്ടി മൗസ് ക്ലിക്ക് ചെയ്ത് മാറ്റാം. അതുപോലെ കീബോർഡിലുള്ള ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് താഴേക്കും മുകളിലേക്കും ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കൊക്കെ ഈ സെൽ പോയിന്ററിനെ നമുക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. നിരയുടെ പേര് C, വരിയുടെ പേര് 6, സെൽ അഡ്രസ് C6. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിരയുടെ പേര് എന്തായിരിക്കും? സെൽ അഡ്രസ് ഇവിടെ H12 എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ നിരയുടെ പേര് ഇവിടെ H എന്നായിരിക്കും. അപ്പോൾ H വരിയുടെ പേര് 12 ആകുമ്പോൾ H12 എന്ന് ലഭിക്കുന്നു. അതുപോലെ ഇവിടെ M34 എന്നാണ്. അപ്പോൾ സെൽ അഡ്രസ് നമുക്ക് M34 എന്ന് ഒരുമിച്ച് ഇവിടെ എഴുതിയാൽ അതായിരിക്കും സെൽ അഡ്രസ്. ഇവിടെ AJ എന്ന നിരയിൽ എത്രാമത്തെ വരിയിലാണ് AJ 110 എന്നാണ്. ഇവിടെ 110ാമത്തെ വരിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 110 എന്നാണ്. അതുപോലെ K65 നമുക്കറിയാം. ഇവിടെ നിരയുടെ പേര് K എന്നും വരിയുടെ പേര് 65 എന്നും ആണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ മാതൃകയിലുള്ളതുപോലെ നമുക്ക് ഒരു പട്ടിക ഈ പട്ടികയിലേക്ക് എഴുതി ചേർക്കാം. ഇവിടെ ക്വസ്റ്റ്യനെയർ, കൺസോൾട്ടേഷൻ, സീരിയൽ നമ്പർ, ഹൗസ് നമ്പർ, ടോട്ടൽ ലാൻഡ് ഇൻ ഏക്കർ, മെഷർമെന്റ് ഓഫ് ലാൻഡ് യൂസ്ഡ് ഇൻ, അതുപോലെ ഹൗസ് നെയിം തുടങ്ങി വിവിധ കാര്യങ്ങളിവിടെ നൽകിയിട്ടുണ്ട്. പച്ചക്കറികളുടെ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു പട്ടികയിൽ പട്ടികപ്പെടുത്താം. നമ്മുടെ ഈ പട്ടികയിലേക്ക് അതെല്ലാം ചേർക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യനെയർ കൺസോൾട്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. QUEST കൺസോൾട്ടേഷൻ, ക്വസ്റ്റ്യൻ കൺസോൾട്ടേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തി. നോക്കൂ, ഇത് 2 കോളങ്ങളിലായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത വരി നമുക്ക് സീരിയൽ നമ്പർ, ഹൗസ് നമ്പർ എന്നിങ്ങനെ ഹെഡിങ്ങുകൾ നൽകണം. ഇവിടെ സീരിയൽ നമ്പർ എന്ന് നൽകാം. അടുത്ത കോളത്തിൽ ഹൗസ് നമ്പർ, മെഷർ ഓഫ് ലാൻഡ് യൂസ്ഡ് ഇൻ ഏക്കർ. എൻ്റർ അമർത്തുന്ന സമയത്ത് അടുത്ത താഴെ വരും. നോക്കൂ, ഇവിടെ ഈ സെല്ലിൽ
ഇവിടെ വന്നിട്ടുള്ള ടോട്ടൽ ലാൻഡ് ഇൻ ഏക്കർ എന്നാണ്. അതുപോലെ ഡിയിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത് മെഷർ ഓഫ് ലാൻഡ് യൂസ്ഡ് ഇൻ ഏക്കർ എന്നാണ്. ഇനി E2 എന്ന സെല്ലിലാണ് ടൈപ്പ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ E2 എന്ന സെല്ല് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ളത് ഹൗസ് നെയിം എന്നാണ്. ഹൗസ് നെയിം. ദെൻ ഇനി F എന്ന സെല്ലിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്. ഇവിടെ ഹൗസ് നെയിം കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കിലോഗ്രാം എന്നും പിന്നെ അതിന്റെ താഴെ വെജിറ്റബിൾസിന്റെ പേരുമാണുള്ളത്. അപ്പോൾ നമുക്കതിവിടെ ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ്ഡ് എന്ന് ഇവിടെ നേരിട്ട് ടൈപ്പ് ചെയ്യാം. ബാക്കിയുള്ളവ ഇവിടെ താഴെയായി ടൈപ്പ് ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ കിലോഗ്രാം എന്നതിന് താഴെയാണ് വെജിറ്റബിൾസിന്റെ പേരുള്ളത്. അതിന്റെ താഴെ നമുക്ക് ഈ വെജിറ്റബിൾസിന്റെ പേര് കൂടെ ടൈപ്പ് ചെയ്യാം. ഇനി പ്രവർത്തനം 6.2 പുതിയ വരി അല്ലെങ്കിൽ നിര ചേർക്കാം. നമ്മൾ പഠന പ്രൊജക്ടിന്റെ ഭാഗമായി ശേഖരിച്ച വിവരങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഹൗസ് ഓണേഴ്സ് നെയിം നമ്മളിവിടെ ചേർത്തിട്ടില്ല. ഹൗസ് നെയിം മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ DE എന്നീ 2 സെല്ലുകൾക്കിടയിൽ 2 കോളങ്ങൾക്കിടയിൽ പുതിയൊരു കോളം ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഹൗസ് നെയിം എന്ന ഇവിടെ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷീറ്റ് മെനുവിൽ നിന്ന് ഇൻസേർട്ട് കോളം ലെഫ്റ്റ് എന്ന് നൽകാം. റൈറ്റ് എന്ന് നൽകിയാൽ വലതുഭാഗത്തും ലെഫ്റ്റ് എന്ന് നൽകുമ്പോൾ ഇടതുഭാഗത്ത് ഇവിടെ പുതിയൊരു കോളം വന്ന് നമുക്ക് കാണാം. ഇവിടെ ഇതിനൊരു ഹെഡിങ് ഹൗസ് ഓണേഴ്സ് നെയിം എന്ന് നൽകാം. അപ്പോൾ ഹൗസ് ഓണേഴ്സ് നെയിം എന്നൊരു കോളം സെലക്ട് ചെയ്തു. ഒരു പുതിയ കോളം നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. അതുപോലെ ഒരു ഹെഡിങ് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ എയർ കൺസോൾട്ടേഷൻ എന്ന് എഴുതിയതിന് മുകളിൽ വീണ്ടും നമുക്കൊരു കോളം പുതുതായിട്ട്, ഒരു റോ പുതുതായിട്ട് വേണമെങ്കിൽ, ഒരു പുതിയ ഹെഡിങ് കൂടി ചേർക്കണമെങ്കിൽ ഇത്തരത്തിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ എവിടെയെങ്കിലും ഒരു സെല്ലിൽ സെലക്ട് ചെയ്യുക. ആ റോക്ക് മുകളിൽ പുതിയ റോ വേണമെങ്കിൽ ഷീറ്റ് മെനുവിൽ നിന്ന് ഇൻസേർട്ട് റോ എബവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഏറ്റവും മുകളിൽ പുതിയ ഒരു റോ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രവർത്തനം സേവ് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 8ൽ ഡോക്സ് എന്ന ഫോൾഡറിനകത്ത് പ്രൊജക്റ്റ് എന്ന് പേര് നൽകി ഇത് ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഏറ്റവും മുകളിലായി project.ods എന്ന് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ പുതിയ വരികളും നിരകളും ചേർക്കുന്നതിന് വേണ്ടി എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യം അവിടെ നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷീറ്റ് മെനുവിൽ നിന്ന് ഇൻസേർട്ട് കോളം റൈറ്റ് എന്ന് നൽകുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അതേഴ്സ് എന്നതിന് ശേഷം പുതിയൊരു കോളം വരുന്നത് കാണാം. നോക്കൂ, ഇവിടെ പുതിയൊരു കോളം വന്നു. Ctrl Z അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. പ്രവർത്തനം സേവ് ചെയ്യുക.